പറവൂർ നഗരസഭാ പ്രദേശങ്ങളിലും അനുബന്ധ പഞ്ചായത്ത് പ്രദേശങ്ങളിലും കഴിഞ്ഞ 5 ദിവസത്തിലേറെയായി കുടിവെള്ളമില്ല. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറവൂർ നഗരസഭാ കൗൺസിലർ ജഹാംഗീർ സമരം നടത്തുകയാണ് പറവൂർ വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ. ആ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞ 4 ദിവസമായി പറവൂർ നഗരസഭാ പ്രദേശത്തോ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലോ കുടിവെള്ളം ലഭിക്കുന്നില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞ് 2 ദിവസം അറ്റകുറ്റപ്പണിയുണ്ട്, 2 ദിവസത്തേക്ക് കുടിവെള്ള ക്ഷാമം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇന്ന് 5ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. ഇവിടെ വരുമ്പോ ഫോൺ എടുക്കുന്നില്ല, AXC ഫോൺ എടുക്കുന്നില്ല. അതുപോലെ ഇവിടെ ഒരു ലാൻഡ് ഫോൺ ഇരിപ്പുണ്ട്. 1 മണിക്കൂർ ഇവിടുത്തെ ഒരു ലാൻഡ് ഫോൺ അടിക്കുന്നത്. ഇവിടെ ആ ഫോൺ എടുക്കാൻ വരെ ഒരു സ്റ്റാഫ് ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോ ഇവിടെ വന്നപ്പോ ഇപ്പൊ വന്നു, ഇവിടുത്തെ ഉദ്യോഗസ്ഥർ വിളിച്ച് പറഞ്ഞിങ്ങനെ കൗൺസിലർ സമരം ഇരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ വന്നിട്ട് എന്റെ അടുത്ത് മുട്ടാപ്പോക്കാ പറഞ്ഞത്. എല്ലാ സ്ഥലത്തും വെള്ളം ഉണ്ടല്ലോ, എന്റെ വീട്ടില് വീട്ടിൽ വെള്ളം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ജനങ്ങൾക്ക് വെള്ളം കിട്ടാത്തതുകൊണ്ടല്ലേ ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളെ രാവും പകലും ഇല്ലാതെ വിളിക്കുമ്പോൾ അതിനുള്ള മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഞങ്ങള്. ജനങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് ഒരു ജനപ്രതിനിധി നിലക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റാനാണ് ഇന്ന് ഈ സമരം ഇരിക്കുന്നത്. എനിക്ക് മാത്രം വെള്ളം കിട്ടിയിട്ട് കാര്യമില്ല. പറവൂർ നഗരസഭയും അതുപോലെ തൊട്ടടുത്ത പഞ്ചായത്തിലും കുടിവെള്ളം ലഭിക്കണം. കുടിവെള്ളം വാർഡിൽ എത്തുന്ന മുറയ്ക്ക് ഞാൻ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുള്ളൂ. ശരിക്കും ഇതൊരു ഈ 5 ദിവസത്തെ പ്രശ്നമാണ്. ഇതിനു മുമ്പ് ഒരുപാട് തവണ നിരന്തരം കുടിവെള്ളം ലഭിക്കാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോ വാർഡിലെ ജനങ്ങൾ ചോദിക്കും എന്താണ് വെള്ളം. അപ്പൊ ഇവരെ വിളിച്ച് ചോദിക്കുമ്പോൾ ഇവര് പറയുന്നത് അവിടെ പൈപ്പ് പൊട്ടി, ഇപ്പുറത്ത് പൈപ്പ് പൊട്ടി, ആ പൈപ്പ് വെള്ളം പോകാതിരിക്കാൻ ഞങ്ങൾ പമ്പ് ലോക്ക് ചെയ്തിരിക്കണം എന്നൊക്കെയാണ് ഇവരുടെ മറുപടി. മാസത്തില് എങ്ങനെ വന്നാലും ഒരു 7 ദിവസം 8 ദിവസം കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ് എല്ലാ വാർഡിലും. ഇപ്പോ പറഞ്ഞത് AXC ഫോൺ എടുത്തിട്ടില്ല, ഫോൺ എടുത്തില്ല. ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥർ ഇങ്ങനെ 10ാം വാർഡിലെ കൗൺസിലർ സമരം ഇരിക്കാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്നു, പുതിയ ആളാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അവര് പറഞ്ഞത് ഞങ്ങൾ ഇന്നലെ രാത്രി എല്ലാ തടസ്സങ്ങളും മാറ്റി പമ്പിങ് ആരംഭിച്ചിട്ടെന്ന് പറഞ്ഞത്. പക്ഷെ പമ്പിങ് ആരംഭിച്ചെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരം ഞാൻ ഇവിടെ വന്നിരിക്കാന്ന് തുടങ്ങി ഇത്ര നേരം വിളിച്ചിട്ടും വാർഡിലെ ഒരു വീട്ടിലും കുടിവെള്ളം ലഭിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നത് വിളിച്ച് പറഞ്ഞിട്ടാണ്. ഇപ്പോ 3 പേര് ഇവിടെ എന്റെ വാർഡിൽ നിന്ന് 3 പേര് വന്നു, ഒരാളത് അത്യാവശ്യമായിട്ട് പോയി. ഇപ്പോ വാർഡിലുള്ളവര് ഒന്നടങ്കം വരാമെന്നാണ് ഇപ്പൊ എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ സമരം ശക്തമായി വളരെ രൂക്ഷമായി തന്നെ പോകും.